ഇപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് മന്ത്രി അടക്കമുള്ള ആളുകൾ പി സി വിശ്വനാഥുണ്ട്, അതോടൊപ്പം തന്നെ എ പി അനിൽകുമാറുണ്ട്, അബിനുണ്ട്. അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ നാട്ടുകാരുടെ പരാതികൾ കേൾക്കുകയാണ്. ഇപ്പോഴാണ് അവർ ഇവിടേക്ക് എത്തിയത്. എന്താണ് ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഏറ്റവും പ്രതിസന്ധി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഗുരുതരമാണ് അവിടെ പ്രതിസന്ധി. ഞാനവിടെ പോയിരുന്നു. അവിടെ ഒരു തുരുത്തിൽ ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥ. അവിടേക്ക് ഈ 30 അംഗ NDRF സംഘം വന്നിട്ടുണ്ട്. ആ സംഘത്തിന്റെ ഡിങ്കി ബോട്ടാണ് വേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞായിരുന്നു അവരെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യുന്നതാണ്. അല്ലേട്ടാ, അവിടെ ചെല്ലുമ്പോഴേ ആളുകൾ പലരും മാറാൻ തയ്യാറാകുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു തുരുത്തു പോലെ ഒരു സ്ഥലം, ഒരു ദ്വീപ് പോലെ ഒരു സ്ഥലത്ത് ആളുകൾ ചുറ്റുംപുറം മുഴുവൻ വെള്ളമാണ്. അവർ പലരും മാറാൻ പോലും തയ്യാറാകുന്നില്ല. അതാണ് ഇന്നലെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ ചാർജുള്ള ടൂറിസം മിനിസ്റ്റർ ശ്രീ വിശ്വനാഥ് ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞതാണ്. കാരണം മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത വരെയുണ്ട്, എല്ലാവരും മാറണം എന്ന് ആവശ്യപ്പെട്ടതാണ്. നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഫോഴ്സ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അങ്ങേയറ്റത്താണ്. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം എന്നാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ ലാഘവത്തിലെടുക്കുകയാണ്. ഇപ്പം എല്ലായിടത്തും കാണുന്ന പല കാര്യങ്ങളിലും നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ലാഘവത്തിലെടുക്കുന്നു. പക്ഷെ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് വീടുകളിൽ നിന്ന് മാറി താമസിക്കുക. അവർക്ക് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അവർക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നത് വലിയ പ്രയാസകരമായ സാഹചര്യം. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും മാറാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ. അഭിനെ, ഞാൻ രാവിലെ ഈ വഴി വരുമ്പോഴേ ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടേക്ക് പോയി, ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ വീണ്ടും വെള്ളം കയറുക. എന്താ അങ്ങനെ വെള്ളം കയറുക? അതാണ് ഇവിടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന സ്വഭാവമാണിപ്പോൾ. അപ്പോൾ റാന്നിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആറന്മുളയിലൂടെയാണ് അത് കയറി ഇറങ്ങി പോകുന്നത്. പമ്പയാറിലൂടെയാണ് വരുന്നത്, കയറി ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം വരും. 2 മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ ഘട്ടം തുറന്നിട്ടുണ്ട്. ആ വെള്ളവും കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരടിയും കൂടെ വെള്ളം ഇനി ഉയരാനാണ് സാധ്യത. പ്രശ്നം രൂക്ഷവും. ഒരടിയും കൂടെ വെള്ളം ഉയരും. കാരണം അങ്ങനെയാണ് അതിന്റെ റാന്നിയിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആ വെള്ളം ആറന്മുള വഴിയാണ് പിന്നീട് ചെങ്ങന്നൂർ പോയി തിരുവല്ലായി പോയി അപ്പർ കുട്ടനാട്ടിലേക്ക് പോകുന്നത് ആ റൂട്ടിലാണ്. അപ്പോൾ ഒരടി വെള്ളവും കൂടെ ഉയരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. പക്ഷേ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒഴിഞ്ഞ് ആളുകൾക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ പറ്റും എന്നുപോലെ നമുക്ക് 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. വീടുകളിലേക്ക് പെട്ടെന്ന് മടങ്ങുമ്പോൾ പല വീടുകളിലും ചളി ഏറിയും അതുപോലെ തന്നെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ട് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഇതാണ് മന്ത്രിയുടെ പ്രതികരണം. ഇപ്പോൾ എന്തായാലും അധികം വൈകാതെ ആളുകൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് മന്ത്രി അടക്കം പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിസന്ധി ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല, അതീവ ഗുരുതരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളിൽ നിന്നും ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഉള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇവിടുന്ന് കുറേ അധികം ദൂരമാണ്, ഏകദേശം ഒരു 2-3 കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ ദൂരമില്ലേ, 3 കിലോമീറ്റർ ദൂരത്തോളം പോയാലേ അവർ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റൂ. അവിടെ ഒരു ദ്വീപ് പോലെ കിടക്കുകയാണ്. അതിന്റെ ഒരു വിധത്തിലും അവിടേക്ക് അടുക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്തേണ്ടതുണ്ട്. വിജയ്, അവിടത്തേക്ക് പോകണമെങ്കിൽ എത്ര ദൂരം? അല്ല, ഏകദേശം ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ. പക്ഷെ ആ നമുക്ക് ബോട്ടിൽ മാത്രമേ പോകാനുള്ള ശരി അമലെ, ദൃശ്യങ്ങളും അവിടുത്തെ മന്ത്രിമാരുടെ പ്രതികരണങ്ങളുമാണ് കണ്ടത്. നേരത്തെ തന്നെ ഇന്നലെ രാത്രിയും ഒക്കെ പി സി വിശ്വനാഥൊക്കെ മാതൃഭൂമി ന്യൂസിലൂടെയും ഒക്കെ പ്രേക്ഷകരോട് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞാണ് ദയവായി മാറി താമസിക്കണം, ഒരു അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രളയ സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ട് വേണ്ട മുൻകരുതൽ എടുക്കണം, മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പലരും മാറി, ചിലർ മാറാൻ കൂട്ടാക്കിയില്ല. ഇപ്പോഴും അവരെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മന്ത്രിമാരടക്കം നേതൃത്വം നൽകിക്കൊണ്ട് ആറന്മുളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമൽ തേനപ്പറമ്പിലാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത്.